ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കല്ലുമ്മക്കായ നിറച്ചതിൻ്റെ റെസിപ്പി നോക്കാം. ഇത് പുഴുങ്ങലരി നല്ലോണം കഴുകിയിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇതും പിന്നെ ഇതിലേക്ക് ഒരു സവാള, ഇഞ്ചി, 2 പച്ചമുളക്, ചെറിയ ജീരം, വലിയ ജീരം, പിന്നെ കറിവേപ്പില ഇടാനുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാനും വിട്ടുപോയി. ഫസ്റ്റ് മിക്സിൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിന്, ഒരു 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയും, ഓരോ ടേബിൾ സ്പൂൺ വീതം ചെറിയ ജീരകവും വലിയ ജീരകം ഇത്ര എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അപ്പോൾ തേങ്ങ ഇപ്പോൾ ചേർക്കണം, ബട്ട് എനിക്ക് മറന്നു പോയതാണ്. മിക്സി ജസ്റ്റ് കറക്കിയിട്ടാകുമ്പോൾ ഓർമ്മയായി തേങ്ങ ഇട്ടിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പിൻ്റെ അത്ര തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് ഒന്നും ആവണമെന്നില്ല, ഒരു തരിപ്പോടെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നിങ്ങൾ കാണുന്നുണ്ടാവും നല്ലൊരു തരിപ്പോടെ തന്നെ ഉണ്ട് ഇതിൻ്റെ മാവ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് പത്തിരിപ്പൊടി. അപ്പോൾ ഇതും ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇത് കല്ലുമ്മക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു 3 ഡേയ്സ് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ബാക്കി വന്ന കല്ലുമ്മക്കായ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് റെസിപ്പി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മാവ് നന്നായിട്ടൊന്ന് ഇതേ ഷേപ്പിൽ നിറച്ച് കൊടുക്കുക. ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി. എല്ലാം കൂടിയിട്ട് ബാക്കിയുള്ളതും കൂടിയിട്ട് ഞാൻ ഇതേപോലെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഈ കല്ലുമ്മക്കായയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല തട്ടുകടയിലൊക്കെ കിട്ടുന്ന കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് ഇല്ലേ, സെയിം അങ്ങനെയാണ്. ഞാൻ ഫസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ട് നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ വീണ്ടും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടിയിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാനെല്ലാം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു 20 മിനിറ്റ്സ് സ്റ്റീമാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. ഒരു ബൗളിലേക്ക് കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഷെല്ലിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം ഞാൻ ഇതേപോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എല്ലാം ഇതേപോലെ മസാലയിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുക. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്ര തന്നെ ഉള്ളത് ഇതിൻ്റെ റെസിപ്പി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല ടേസ്റ്റാണ്. എന്തായെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടും. കല്ലുമ്മക്കായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റെസിപ്പി എന്തായെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.